ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. കാർഷിക നിയമത്തിലൂടെ കർഷകർക്ക് അധികാരവും അവസരങ്ങളും ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് കരുത്താകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കെഎസ്ഇഫിക്കെതിരായ ആരോപണം അന്വേഷണത്തിന് എതിരല്ലെന്ന് മന്ത്രി ടി എം തോമസ് ഐസക്. സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ പുതിയ ഗർഡറുകൾ ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം സിഡ്നിയിൽ തുടരുന്നു. ഐഎസ്എല്ലിൽ മൂന്നാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. കാർഷിക പരിഷ്കരണത്തിന് നിയമപരമായ രൂപം ലഭിച്ചതോടെ കർഷകർക്ക് അവരുടെ അധികാരവും പുതിയ അവസരങ്ങളും ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയുടെ മൻ കി ബാത്തിന്റെ 71ാം അധ്യായത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെവിക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഇന്നത് യാഥാർത്ഥ്യമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. भारत में खेती और उससे जुड़ी चीजों के साथ नए आयाम जुड़ रहे हैं. बीते दिनों हुए कृषि सुधारों ने किसानों के लिए नई संभावनाओं के द्वार भी खोले हैं. बरसों से किसानों की जो मांग थी, जिन मांगों को पूरा करने के लिए किसी न किसी समय में हर राजनीतिक दल ने उनसे वायदा किया था, वो मांगे पूरी हुई हैं. काफी विचार विमर्श के बाद भारत की संसद ने कृषि सुधारों को कानूनी स्वरूप दिया. इन सुधारों से न सिर्फ किसानों के अनेक बंधन समाप्त हुए हैं, बल्कि उन्हें नए अधिकार भी मिले हैं, नए अवसर भी मिले हैं. इन अधिकारों ने बहुत ही कम समय में किसानों की परेशानियों को कम करना शुरू कर दिया है. വളരെ ചർച്ചകൾക്ക് ശേഷമാണ് കാർഷിക നിയമങ്ങൾ രൂപീകരിച്ചത്. സെപ്റ്റംബറിൽ പാസായ ഈ കാർഷിക നിയമത്തിലൂടെ വിള വാങ്ങി 3 ദിവസത്തിനകം കർഷകന് മുഴുവൻ പണവും നൽകണമെന്ന വ്യവസ്ഥയുണ്ട്. നിയമത്തെക്കുറിച്ചുള്ള ശരിയായതും പൂർണ്ണവുമായ അറിവ് കർഷകർക്ക് കരുത്താകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. അറിവുണ്ടെങ്കിൽ ഊർജ്ജസ്വലരാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലോകത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഷമായതിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വാക്സിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ മാരകമായിരിക്കും. കൊറോണയ്ക്കെതിരായ പോരാട്ടം ശക്തമായി തുടരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ശീതകാലം ശക്തി പ്രാപിക്കുന്നതിനാൽ കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം മൻ കി ബാത്തിലൂടെ പറഞ്ഞു. करीब करीब 1 साल हो रहे हैं जब दुनिया को कोरोना के पहले केस के बारे में पता चला था. लॉकडाउन के दौर से बाहर निकलकर अब वैक्सीन पर चर्चा होने लगी है. लेकिन कोरोना को लेकर किसी भी तरह की लापरवाही अब भी बहुत घातक है. हमें कोरोना के खिलाफ अपनी लड़ाई को मजबूती से जारी रखना है. देश के बड़े हिस्से में सर्दी का मौसम भी जोर पकड़ रहा है. इस मौसम में हमें परिवार के बच्चों और बुजुर्गों का, बीमार लोगों का विशेष ध्यान रखना है. പൂർവ്വ വിദ്യാർത്ഥികൾ അവർ പഠിച്ച സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അരബിന്ദോ, ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഡോക്ടർ സലീം അലി, ഗുരുനാനാക്ക് തുടങ്ങിയവരെ അദ്ദേഹം അനുസ്മരിച്ചു. ന്യൂസിലാന്റ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗൌരവ് ശർമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. 100 വർഷം മുൻപ് വാരാണസിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട അന്നപൂർണ ദേവിയുടെ വിഗ്രഹം കാനഡയിൽ നിന്നും രാജ്യത്തിന് തിരികെ ലഭിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചർച്ചയ്ക്കായി ഡിസംബർ 3-ന് കേന്ദ്ര കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട്. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത്ഷാ അറിയിച്ചു. കെഎസ്എഫിക്കെതിരായുള്ള ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സർക്കാർ എതിരല്ലെന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക്. എന്നാൽ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ എതിരാളികൾക്കും സ്ഥാപനത്തിന്റെ എതിരാളികൾക്കും ആയുധം നൽകുന്ന തരത്തിലാകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
അന്വേഷണത്തിൽ ഔചിത്യം പാലിക്കണമെന്നും ശ്രീ തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കവെ വ്യക്തമാക്കി. KSFE സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അന്വേഷണം നടത്തേണ്ട എന്ന നിലപാടാണ് ധനകാര്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. KSFEക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച ധനമന്ത്രിയുടെ പ്രതികരണം അഴിമതി വെളിവാക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. KSFE ചിട്ടി തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിന് ഇന്നു മുതൽ പട്ടിക തയ്യാറാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. മറ്റ് ജില്ലകളിൽ കഴിയുന്ന കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടവർക്കുള്ള പരിശീലന ക്ലാസുകൾ നാളെ ആരംഭിക്കും. ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രത്തിലുമായാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. നിർമ്മാണ പിഴവ് മൂലം പുതുക്കി പണിയുന്ന കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ പുതിയ ഗർഡറുകൾ ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. ആദ്യഘട്ടത്തിൽ 4 സ്പാനിലുള്ള 24 ഗർഡറുകൾ സ്ഥാപിക്കും. 102 ഗർഡറുകളാണ് ആകെ സ്ഥാപിക്കുക. നാളെ മുതൽ ശബരിമല ദർശനത്തിന് കൂടുതൽ തീർത്ഥാടകർക്ക് അനുമതി ലഭിച്ചേക്കും. ചീഫ് സെക്രട്ടറി തല യോഗത്തിന്റെ തീരുമാനം അംഗീകരിച്ച് ഉത്തരവ് ഇറങ്ങിയാൽ ഓരോ ദിവസവും 2000 പേർക്ക് ദർശനത്തിന് എത്താൻ കഴിയും. നിലവിൽ ഇത് 1000 ആണ്. ശനി ഞായർ ദിവസങ്ങളിൽ 2000 എന്നത് 3000 ഉയർത്താനാണ് തീരുമാനം. ഇന്ന് തൃക്കാർത്തിക. വൃശ്ചികത്തിലെ കാർത്തിക പുണ്യദിനമായും കാർഷിക ആഘോഷമായും ആചരിക്കുന്നു. സന്ധ്യയ്ക്ക് വീടുകളിലും വഴിയോരങ്ങളിലും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടും. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ മികച്ച നിലയിൽ. ഓപ്പണർമാരായ ഡേവിഡ് വാർണറും ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ചും 142 റൺസ് കൂട്ടിച്ചേർത്തു. മുഹമ്മദ് ഷമി നേടിയ വിക്കറ്റിലൂടെയാണ് കൂട്ടുകെട്ട് തകർത്തത്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ 45 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 328 റൺ എടുത്തിട്ടുണ്ട്. IPL മാതൃകയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കാനൊരുങ്ങി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഡിസംബറിൽ ആലപ്പുഴയിൽ തുടങ്ങുന്ന ടൂർണമെന്റിൽ കാണികൾക്ക് പ്രവേശനമുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി R. രവികുമാർ. കോവിഡ് പ്രതിസന്ധിയെ അതിജീവിച്ച് കേരളം വീണ്ടും ക്രിക്കറ്റ് ദിനങ്ങളിലേക്ക് നീങ്ങുകയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 6 ടീമുകളെ പങ്കെടുപ്പിച്ച് പ്രസിഡന്റ്സ് കപ്പ് T20 ടൂർണമെന്റ് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഡിസംബർ 17 മുതൽ ജനുവരി 3 വരെ ആലപ്പുഴ ST കോളേജ് ഗ്രൌണ്ടിലാണ് ടൂർണമെന്റ് നടത്തുന്നത്. മത്സരം IPL മോഡലിലാണ് സംഘടിപ്പിക്കുക. 7 വർഷം നീണ്ട വിലക്കിന് ശേഷം ഫാസ്റ്റ് ബൌളർ ശ്രീശാന്ത് വീണ്ടും കളിക്കാനിറങ്ങുന്നുവെന്ന പ്രത്യേകതയും ഈ ടൂർണമെന്റിനുണ്ട്. ISL ഫുട്ബോളിൽ 3-ാം മത്സരത്തിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ഗോവ ബാംബോലിം സ്റ്റേഡിയത്തിലാണ് കിക്ക് ഓഫ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയും 2-ാം മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല. ഇന്ന് വൈകിട്ട് 5-ന് നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ഒഡീഷയെ നേരിടും. ഇന്ധനവിലയിൽ വർധന. പെട്രോൾ ലിറ്ററിന് 21 പൈസയും ഡീസൽ ലിറ്ററിന് 31 പൈസയുമാണ് വർദ്ധിച്ചത്. ഇത് തുടർച്ചയായ 6-ാം ദിവസമാണ് ഇന്ധനവില ഉയരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ അടുത്തയാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക നിയമത്തിലൂടെ കർഷകർക്ക് അധികാരവും അവസരങ്ങളും ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് കരുത്താകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. KSFEക്കെതിരായ ആരോപണം അന്വേഷണത്തിന് എതിരല്ലെന്ന് മന്ത്രി TM തോമസ് ഐസക്. സമഗ്ര അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ പുതിയ ഗർഡറുകൾ ബുധനാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം സിഡ്നിയിൽ തുടരുന്നു. ISLൽ 3-ാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.